കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയാണ് ഈ വീഡിയോ. എറണാകുളത്ത് നിന്നും മലരിക്കിലേക്കാണ് നമ്മുടെ യാത്ര. കുമരകത്തെ കാഴ്ചകൾ കണ്ട് മലരിക്കിലേക്കുള്ള കിടിലം വഴിയിലൂടെ നമ്മൾ പോകുന്നു. ഇരു സൈഡിലും നല്ല അടിപൊളി കാഴ്ചകളാണ്. റിവർ പോകുന്നുണ്ടോ? പാമ്പ് വളഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രം. പോകുന്ന വഴിയിൽ ഒരു അടിപൊളി പാലം കണ്ടു. ഇതെന്തായാലും നല്ല പഴക്കം ഉണ്ടാവും. ഒരു വെറൈറ്റി പാലം. ബോട്ടുകൾക്കും മറ്റും പോകാനായി പാലം കർവ് ഷേപ്പിലാണ് നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ മലരിക്കൽ സൺസെറ്റ് വ്യൂ പോയിന്റിലെത്തി. ഇതിൽ ചെറിയൊരു ഫൗൾ പറ്റി. ഇത് രാവിലെ വന്നാലേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. വിടർന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ വന്ന പുച്ച സമയം. രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് വന്നാൽ വിടർന്നിരിക്കുന്ന കാണാം. കണ്ടിട്ട് കൊതിയാവുന്നു. ഉറങ്ങും കിടന്ന് നട്ടുച്ചയ്ക്ക്. എന്തായാലും ഞങ്ങൾ 2 സർബത്ത് അങ്ങ് പറഞ്ഞു. ചൂടത്തത് കുടിക്കാൻ നല്ല രസമായിരുന്നു. ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റ് സ്റ്റാർട്ടിങ്ങിലാണ്. ഇനിയും കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നേരെ വിട്ടു. ഇതിലെ സ്പോട്ട് നമ്മൾ അവിടുന്ന് വന്നു. ഇതൊരു ജംഗ്ഷൻ പോലെ. ഇവിടുന്ന് അങ്ങോട്ടും ഇത് കനാലുണ്ട്. ഈ സൈഡിലേക്ക് ഇവിടെ ഒരു പാലം, പഴയൊരു പാലം. അതിപ്പോൾ തകർന്നു. അതിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്. തൊട്ടപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇവിടെ ആട്ടോ മെയിൻ സ്പോട്ട് വരുന്നത്. ഇവിടെ തിങ്ങി ആമ്പൽ നിൽപ്പുണ്ട്. രാവിലെ കറങ്ങിൻ്റെ ക്ഷീണത്തിൽ വിശ്രമിക്കുന്ന തോണികൾ. എന്തായാലും ഈ ഭാഗം മൊത്തം സീനിക്കായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് കണ്ട ചില കാഴ്ചകൾ ഞാൻ ഫോണിലാക്കി. അവിടെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലൊരു ചേട്ടൻ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ തോണിയിൽ കയറി ഒന്ന് വട്ടം അടിച്ചേക്കാന്ന് വെച്ചു. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് വരുന്നത്. വിരിയാത്ത ആമ്പലിനിടയിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ രാവിലെ വരുമ്പോഴുള്ള കാഴ്ചകൾ അതിലും മനോഹരമായിരിക്കും. ഞങ്ങൾ എന്തായാലും അത് മിസ് ചെയ്തു. എല്ലാ തവണയും നമുക്ക് ഭാഗ്യമുണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ചേട്ടൻ്റെ തോണിയിൽ ഞങ്ങൾ ആമ്പൽപ്പാടവും നീലാകാശവും കണ്ടിരുന്നു. ഏതു സമയം വിരിഞ്ഞു നിൽക്കുന്ന വെള്ളയാമ്പലും ഇതിനിടയിലുണ്ട്. തോണി, ആമ്പൽപ്പാടം, ചെറിയ മരങ്ങൾ, തെളിഞ്ഞ ആകാശം, പഞ്ഞുപോലെ ചെതറിക്കിടക്കുന്ന മേഘങ്ങൾ. ഒരു കിടിലം എക്സ്പീരിയൻസ് എനിക്ക്. വലിപ്പമില്ലാത്ത വെള്ളയാമ്പൽ കാണാനും നല്ല രസമാണ്. ഏകദേശം 400 ഏക്കറിന് മേലെയുണ്ട് ഈ പാടശേഖരം. നെൽകൃഷി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആമ്പൽ തന്നെ വളരും. ഏകദേശം 3 മാസത്തോളം ഈ ആമ്പൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ആമ്പൽ പൂക്കൾ തീരും. അതിനുശേഷം 2 ആഴ്ചയോളം ഈ പാടശേഖരത്തെ വെള്ളം മൊത്തം അടിച്ചു കളയും. പിന്നീട് ഈ ആമ്പലെല്ലാം ഉഴുതുമറിച്ച് നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിലാക്കും. ഏകദേശം 1 മണിക്കൂർ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഈ വീട്ടിലെ ചേട്ടനുണ്ട്. നമുക്ക് 100 രൂപ ഒരാൾക്ക്. അങ്ങനെ 2 പേര് 200 രൂപയ്ക്ക് ഞങ്ങൾ പോയിട്ട് വന്നു. അവിടുത്തെ പുഴയിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ മീനുകൾ. കോട്ടയത്ത് നിന്നും ഇങ്ങോട്ട് ബസ്സുകളുണ്ട്. മലരിക്കൽ വ്യൂ പോയിന്റിലേക്ക് ചോദിച്ചാൽ മതി. ഇവിടെ ഏകദേശം എല്ലാവർക്കും തന്നെ ചെറിയ ചെറിയ തോണികളുണ്ട്. ഇരിക്കാനൊരു ചെറിയൊരു സെറ്റപ്പ്. ഇവിടെ ഒരു മരം മുറിച്ചിട്ടിട്ടുള്ളൊരു പാലം പോലെ. തൊട്ടപ്പുറത്തൊരു കട. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ, പക്ഷെ തുറന്നിട്ടില്ല. ഇതേ നമ്മുടെ ചായക്കട. സ്റ്റിയറിങ് ചുമ്മാ വെച്ച കേട്ടോ. എഞ്ചിനൊക്കെ ബേക്കിൽ വരുന്നത്, കൺട്രോളിങ് എല്ലാം ബേക്ക്. എന്ത് അടിപൊളി സ്ഥലമാണ്. 2 സൈഡിൽ കൂടെ റോഡാണ്. അപ്പുറത്തൊരു ചെറിയൊരു ടെമ്പിള്. എല്ലാ വീടിനും ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും. വെള്ളത്തിലേക്ക് ഇറങ്ങാനും അലക്കാനും കുളിക്കാനൊക്കെ പറ്റിയൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെ കുറച്ച് സമയം മരത്തിൻ്റെ തണലത്തിരുന്ന് ഞങ്ങൾ വിശ്രമിച്ചു. ഗൂഗിൾ മാപ്പിൽ ഒന്നുകൂടെ തപ്പിയപ്പോൾ കുറച്ച് ദൂരം കൂടെ നമുക്കൊരു ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പോലെ തോന്നും. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ദൂരം കോൺക്രീറ്റ് വഴിയാണ്. അതിൻ്റെ സൈഡിലൂടെ റോഡ്. എന്തായാലും വന്നത് മുതലായി. ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ ആൾക്കാർ വരുന്നതല്ല. ഈ കണ്ടത്തിലുള്ള വെള്ളം മൊത്തം അവർ ഈ താമര പോയി കഴിയുമ്പോഴുള്ള സീസൺ കഴിയുമ്പോഴത്തേക്ക് അവർ അടിച്ചു കളയും. അപ്പോൾ അതിൻ്റെ മോട്ടർ ചെയ്ത് വരുന്നത്. ഇവിടെ കണ്ടോ, തട കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തേക്കും. ഇപ്പോൾ ഇനിയും വെള്ളം കയറാതിരിക്കാൻ. അപ്പോൾ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം മൊത്തം ഈ മോട്ടർ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് അടിച്ചു കളയും. ഈ ഭാഗത്ത് ആരും വരാത്തതുകൊണ്ടായിരിക്കും ഈ കാണുന്നത് മൊത്തം ആമ്പലാണ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആമ്പൽ നമുക്ക് കാണാൻ കിട്ടുന്നത്. കുറേ ഫോട്ടോസും വീഡിയോ എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ മലരിക്കൽ വ്യൂ പോയിന്റ് തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബീഫും കപ്പയും. കിഡിലിന് സ്കൈ എന്ന് പറഞ്ഞാൽ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്ന പോലത്തെ സ്കൈയാണ്.
ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള കൂട്ട് വിഷ്വൽസ്. സൺസെറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടാവില്ല എന്ന് ഉറപ്പായി. അങ്ങനെ ഒരു കിടിലൻ സ്ഥലം നോക്കി ഞങ്ങൾ അങ്ങ് ഇരുന്നു. ഹൈപ്പർ ലാബ്സിൽ കുറച്ച് വീഡിയോസും എടുത്തു. വിടർന്ന് നിൽക്കുന്ന ആമ്പൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത് മതി ഇന്നത്തെ യാത്രയ്ക്ക്. അങ്ങനെ കാത്തിരുന്ന സൺസെറ്റ് അങ്ങ് എത്തി. ഈ ടൈമിൽ തോണിയിലുള്ള യാത്ര അടിപൊളിയായിരിക്കും. കുറച്ചു നേരം കണ്ണിന് കുളിർന്നു തോന്നുന്ന കാഴ്ചകൾ കണ്ട് മനസ്സിനെ ഒന്ന് തണുപ്പിക്കും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചെറണാകുളത്തേക്ക്.